ബാലരാജു, നാച്ചാരമ്മ. അല്ല, എന്റെ ഫോൺ എടുക്കാൻ വന്നതാ. അമ്മ, എനിക്ക് അമ്മയോട് സംസാരിക്കണം. നീ എന്നോടൊന്നും പറയണ്ട. കളക്ടറുമായിട്ടുള്ള നിന്റെ വിവാഹം നിശ്ചയിച്ചു. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. എനിക്ക് ബാലരാജിനെ ഇഷ്ടമാണ്. അന്ന് കളക്ടറെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? അന്ന് ഞാനത് തിരിച്ചറിഞ്ഞില്ല അമ്മ. ഈ അടുത്തായിട്ട് ഞാനത് തിരിച്ചറിഞ്ഞത്. ഇന്നലെ വന്നവനൊക്കെ നാളെ തിരിച്ചു പോവും. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ല അമ്മേ. എന്നാ ഞാൻ അവനോട് പറയാം, അവൻ തന്നെ നിന്നെ മറക്കും. അവൻ മറന്നാലും ഞാൻ മറക്കില്ല. മനസ്സ് നിറയെ അവനാ. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. നീ എന്ത് കണ്ടിട്ട് അവനെ സ്നേഹിക്കുന്നേ? അവനൊരു ചെല്ലക്കാശാണ്. നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. അതും വേണ്ട, അവന്റെ അച്ഛനമ്മമാരോട് ചോദിക്കേ. ദാസേട്ടാ, വരൂ. എന്തു പറ്റി ദാസേട്ടാ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അതിഥിയായിട്ട് വരാൻ പറഞ്ഞപ്പോ വീട്ടിന്റെ ഉടമസ്ഥനായിട്ട് വരിക. ആ, എന്താടാ? വരൂ. എടാ വാ, നടക്ക്. എന്താടാ നീ എന്താ ചെയ്തത്? ഈ വീട്ടിൽ തന്നെ കൈവച്ചോ? നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമസ്കാരം അമ്മേ. ഇരിക്കൂ. വാ വാ, ഇരിക്ക്. എടാ എണീക്കടാ. എണീക്കടാ. എടാ ഒന്ന് എണീറ്റ് പറഞ്ഞേക്ക്. സാരമില്ല, ഇരുന്നോളൂ. ക്ഷമിക്കണം അമ്മേ. ഇരിക്കൂ. ആ ആ ആ ആ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളോട് എന്തിനാണാവോ വരാൻ പറഞ്ഞേ? നിങ്ങൾക്കറിയാമോ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു, ഈ നാട് നന്നായി നോക്കിക്കോളാം എന്ന്. അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. വാക്ക് മാറ്റാൻ പറഞ്ഞതുകൊണ്ട് ഭർത്താവിനെ വിട്ടിട്ട് വന്നവളാ ഞാൻ. പക്ഷെ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇന്ന് ഞാൻ എന്റെ മകളുടെ വാക്ക് കേട്ട് അവളുടെ കല്യാണത്തിന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാക്ക് ഞാൻ തെറ്റിക്കണമെന്നാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ചെറുപ്പത്തിൽ രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്നപ്പോ കുട്ടികളല്ലേ എന്ന് വിട്ടു. കോളേജിൽ ചുറ്റിക്കറങ്ങുമ്പോ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തപ്പോഴും എനിക്ക് തെറ്റായി തോന്നിയില്ല. പക്ഷേ എന്റെ വീട്ടിൽ എന്റെ മകളെ എന്റെ കൺമുന്നിൽ കെട്ടിപ്പിടിച്ചു നിന്നാൽ അതെനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? അല്ല, എന്താ പറഞ്ഞു വരുന്നത്? ഇവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നോട് പാവയെ ചോദിച്ചു ഞാൻ കൊടുത്തു. ഇന്ന് ഇവൻ എന്റെ മകളെ ചോദിക്കുന്നത് ഞാൻ കൊടുക്കട്ടെ? പഞ്ചായത്ത് വിളിച്ചുകൂട്ടി ന്യായം ചോദിക്കാൻ ഇത് നാട്ടുകാരുടെ അല്ല, ഇതെന്റെ പ്രശ്നമാണ്. അയ്യോ അയ്യോ ദൈവമേ, എടാ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്? ഇതിലും ഭേദം മരിക്കുന്നതാ. എന്തിനാടാ ഇങ്ങനെ? ഈ നാട്ടിൽ നിന്റെ മകൻ പല തെറ്റുകളും ചെയ്തു. ഞാൻ പോട്ടേന്ന് വെച്ചു. പക്ഷെ ഇപ്പോ താന്തോന്നിത്തരം കളിച്ചുകൊണ്ട് നടന്ന ഇവൻ എന്റെ തലയിൽ കയറി കൊത്താൻ നോക്കുക. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ നാട് വിട്ടു പോക്കോളാം. അതെ, ഞങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോളാം. വാ മോനെ, പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ? ജനിച്ചു വളർന്ന നാടാ. ജനിച്ചത് എവിടെയാണെങ്കിലേ മരിക്കുന്നത് ഇവിടെ ആയിരിക്കും. അല്ലാതെ എവിടെ പോവാൻ, എങ്ങോട്ട് പോവാൻ? തെറ്റ് ചെയ്തില്ലേ അതിന്? തെറ്റ് ചെയ്തേനോ? മഹാലക്ഷ്മി, ചെന്ന് നീയും പാക്ക് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പോവാം. വാ, പെട്ടെന്നാവട്ടെ. എന്തൊക്കെയാ പറയുന്നേ? മഹാലക്ഷ്മി അമ്മ എന്തിനു വരണം? സ്നേഹിച്ചതുകൊണ്ട്. തെറ്റെന്റെ ഭാഗത്തും ഉണ്ടല്ലോ. അമ്മേ, ഇവിടുത്തെ വിഷയം പ്രേമമോ തെറ്റോ ഒന്നും അല്ല. അമ്മ നൽകിയ വാക്കിനെ കുറിച്ചാ.
ഹ, എന്ത് വാക്ക് എവിടുത്തെ വാക്ക്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ ഞാൻ എന്റെ അച്ഛനും കൊടുത്തിട്ടുണ്ട്. 10th ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് അവിടെ പാസ്സാകുന്നു, എന്നിട്ടായോ? ഇല്ലല്ലോ. എടാ എന്താടാ ഈ പറയുന്നേ? ഒന്നും മിണ്ടാതിരിക്കുമേ. എന്റെ മുത്തശ്ശനും വാക്ക് തന്നിരുന്നു എന്റെ കല്യാണം കാണുന്നവരെ ജീവനോടെ ഉണ്ടാവുന്നു. എന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വാക്കും ഇല്ല, മുത്തശ്ശനും ഇല്ല. നീ കൊടുത്ത വാക്കും നാച്ചേരമ്മ കൊടുത്ത വാക്കും രണ്ടും ഒന്നും ആകോടാ. എന്ന് വെച്ച് നാച്ചാറമ്മ കൊടുത്ത വാക്ക് ഞാൻ കൊടുത്ത ജോക്ക് എന്നാണോ പറയുന്നത്? ഒന്ന് പോടോ, പോയി ജോലി വെക്ക്. എടാ, എന്താടാ മൂത്തവരോട് മര്യാദ ഇല്ലാതെ സംസാരിക്ക? ഈ നാട്ടിലെ പ്രസിഡന്റാ പറയുന്നേ. ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോണം. പ്രസിഡന്റോ? ആരുടെ പ്രസിഡന്റ്? എവിടുത്തെ പ്രസിഡന്റ്? നിങ്ങളൊക്കെ വോട്ട് വാങ്ങി ജയിച്ചെന്നാണോ വിചാരം? അമ്മേ, നിങ്ങൾ വോട്ട് ചെയ്തായിരുന്നോ? ഒന്നും അച്ഛനോ മിണ്ടാതിരിക്കടാ. വോട്ട് ചെയ്തിരുന്നോ? പിന്നെ കൂടെ തന്നെ കറങ്ങുന്നുണ്ടല്ലോ, ഇയാള് വോട്ട് ചെയ്തിരുന്നോ? ഇത്രയൊക്കെ എന്തിനാ? ആദ്യം നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്തിരുന്നോ? നാട്ടുകാര് നാച്ചാരമ്മയെ ഒരു മനസ്സോടെ തെരഞ്ഞെടുത്തിരിക്ക. അതെ, നാട്ടുകാര് ചേർന്നല്ല, നിങ്ങളെ പോലെ 4 നേതാക്കന്മാരെ ചേർന്ന് തീരുമാനിച്ച് ജയിപ്പിച്ചതല്ലേ. വോട്ട് വാങ്ങിച്ച് ജയിച്ചാ മാത്രമേ പ്രസിഡന്റ്. എന്റെ മുത്തശ്ശന്റെ അച്ഛന്റെ കാലത്ത് നിങ്ങളുടെ മുത്തശ്ശന് ഒരുപാട് സ്വത്തുണ്ടെന്ന് കരുതി പ്രസിഡന്റ് ആക്കിയതായിരിക്കും. നിങ്ങളുടെ മുത്തശ്ശൻ നിങ്ങളുടെ അച്ഛന് കൊടുത്തു, നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്നു. ഇതിലെന്താ അത്ര അഭിമാനിക്കാനുള്ളത്? എന്റെ മുത്തശ്ശൻ ബാബറായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അക്ബർ ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? വോട്ട് കിട്ടിയാലേ ഞാൻ ജയിക്കുമെന്നാണോ? ആരാണെങ്കിലും മത്സരിച്ചാലേ അറിയുള്ളൂ. നാച്ചാരമ്മയെ എതിർത്ത് ആര് മത്സരിക്കോടാ? എന്തിനാ ആരോ? ഈ ഞാൻ തന്നെ നിന്നോളാം. ശ്ശോ. എന്താടാ നീ എന്നോട് മത്സരിച്ച് എന്നെ ജയിക്കുമെന്നാണോ? പറയാൻ പറ്റില്ല, ചിലപ്പോ ജയിച്ചു വരും. ആ എന്നാ ശരി, നീ പ്രസിഡന്റായി നിക്ക്. ഈ നാട്ടുകാര് നിനക്ക് വോട്ട് ചെയ്താ നീ പ്രസിഡന്റ് ആവ്. അപ്പോ എന്റെ മകളെ ഞാൻ നിനക്ക് തരാം. പക്ഷേ നീ തോറ്റാൽ എന്റെ മകളെയും ഈ നാടും ഉപേക്ഷിച്ച് നീ പോണം. എന്താടാ നീ പേടിച്ചു പോയോ? എന്റെ ധൈര്യം നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട്. ചലഞ്ച്. അമ്മേ, അവിടെ കലക്ടർക്ക് വാക്ക് നൽകിയിട്ട് ഇവന്റെ കൂടെ മത്സരിക്കാൻ നിക്ക. അവിടെ കലക്ടർക്ക് വാക്ക് കൊടുത്താൽ അത് തെറ്റിക്കരുത്. പന്തയം വെച്ചാൽ അത് ജയിക്കണം. ആ താന്തോന്നിയുടെ അടുത്തുനിന്ന് എന്റെ മകളെ രക്ഷിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു പന്തയം വെച്ചത് ദാസേട്ടാ. വാക്ക് പാലിക്കുന്നതും ഞാനായിരിക്കും, മത്സരത്തിൽ ജയിക്കുന്നതും ഞാനായിരിക്കും.